دختر فقط مسافر چشام کوهنورد و اینا بلدن کمتر میان بلدن اینجا نمیشه رفت حالا اگه با ماشین اومدین راحت تر بیاین تا اینجا സോപ്പാർച്ചോ ഇനോദാരെ നമസ്കാരം. അങ്ങനെ ധർമ്മന്ത് വാലിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഷെയർ ടാക്സി എടുത്ത് താജ്റിഷ് ബാസാർ ലക്ഷ്യമാക്കി കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. سر اسداللهی است. اسداللهی رو میایین تا دم این سورتمه فاخری مستقیم میخوره به اینجا. നമ്മുടെ ഡ്രൈവർ പേർഷ്യൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, തമാശയായിട്ട് ചിരിക്കുന്നുണ്ട്. നമ്മൾ ദർബാൻ വാലിയിലേക്ക് വന്നത് വേറൊരു ഇടവഴിയിൽ കൂടിയാണെങ്കിൽ തിരിച്ചു പോകുന്നത് മെയിൻ റോഡിൽ കൂടി തന്നെയാണ്. എന്തായാലും വീതി കുറഞ്ഞ ഈ റോഡിൽ കൂടെയുള്ള യാത്ര, അവിടുത്തെ റോഡുകളും ജനങ്ങളെയൊക്കെ കണ്ട് ഉള്ള യാത്ര വളരെ രസകരമാണ്. ഇടത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുന്നുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ നിരവധി ബിൽഡിങ്സും കാണാൻ സാധിക്കും. വലിയൊരു പട്ടണം തന്നെ അവിടെയുണ്ട്. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാറ് താജ്റിഷ് ലക്ഷ്യമാക്കി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 6:30 കഴിഞ്ഞോടുകൂടി റോട്ടിലെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എല്ലാ കാറുകളും പാർക്ക് ചെയ്ത് കിടക്കുന്നതാണ് കാണുന്നത്. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഈ ഒരു സ്ഥലത്തുകൂടിയുള്ള യാത്ര ഇപ്പോഴും ഒരു കൗതുകം തന്നെയാണ്. വഴിയുടെ രണ്ട് സൈഡിലും നിറച്ചും മരങ്ങളാണ്. ഇവിടെ ധാരാളം വാഹനങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തണുപ്പ് സമയം ആയതുമൂലം ആ ഒരു മരത്തിനൊന്നും ഇലകളൊന്നും കാണുന്നില്ല. ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ പാർക്കാണ്. അവിടെയൊന്നും നമുക്ക് കയറാൻ സാധിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കാനായി താന്നു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ താജ്റിഷ് ബാസാറിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നേരം ബാസാറിൽ കൂടി ഒന്ന് നടക്കാം. യാത്രയായിട്ടും ബാസാറിൽ തിരക്കിന് യാതൊരു കുറവുമില്ല. നല്ല തിരക്ക് തന്നെ.
ഡ്രൈഡ് ഫ്രൂട്ട്സിൻ്റെ കടയാണ് നമ്മളിപ്പം ഇടത് സൈഡിൽ കണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നതും ഡ്രൈഡ് ഫ്രൂട്ട്സ് തന്നെയാണ്. നട്ട്സ്, സ്പൈസസ് എല്ലാം ഉണ്ട്. ഡ്രൈഡ് മൾബറി, ഫിഗ്സ് ആൻഡ് ബാർബറീസ് ആണ് ഇതിലും കൂടുതലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയത്. ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ലോക്കലായിട്ട് ചെയ്യുന്ന ഡ്രൈഡ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലവാഷക് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട് ഷോപ്സ് ഉണ്ട്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും മാളുകളിലും ലഭ്യമാണ്. ഇതൊക്കെ വളരെ ചെറിയ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുമ്പം 3 ഇരട്ടി 4 ഇരട്ടി വിലയ്ക്കാണ് ഇവിടെയൊക്കെ വിൽക്കുന്നത്. പോപ്പുലർ ആയിട്ടുള്ള ഇറാനിയൻ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൾബറീസ് ഉണ്ട്, ആപ്രിക്കോട്ട്സ് ഉണ്ട്, ഡേറ്റ്സ്, ഫിഗ്സ്, ബാർബറീസ് ഉണ്ട്, പ്ലംസ് ഉണ്ട്, ലവാഷക്ക്. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഇവിടെ റെഡിമെയ്ഡ് ക്ലോത്ത്സിൻ്റെ ഷോപ്സും ധാരാളമുണ്ട്. വലിയ ഷോപ്പുകളിൽ മാത്രമല്ല, ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാരെയും നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ തിരക്കൊണ്ട് എനിക്ക് മുമ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുപോലെയാണ് ആള്. ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് വരുന്നവർ മാത്രമല്ല, ഞങ്ങളെപ്പോലെ തന്നെ ഈ താജ്രിഷ് ബാസാറൊക്കെ ചുറ്റി നടന്ന് കാണാൻ വരുന്ന ഫാമിലീസും ധാരാളമുണ്ട്. ഈ കാണുന്നതെല്ലാം ഇറാനിലെ സ്പെഷ്യൽ സ്വീറ്റ്സ് ആട്ടോ. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. ഫേമസ് ആയിട്ടുള്ള ട്രഡീഷണൽ ഇറാനിയൻ സ്വീറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ബക്കലാവ എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റുണ്ട്. അതൊരു പേസ്ട്രി ടൈപ്പ് സ്വീറ്റാണ്. റോസ് വാട്ടറും കാർഡമോ ഒക്കെ ചേർത്ത സിറപ്പാണത്. ഇതിൽ സോഹൻ എന്ന് പറഞ്ഞ വേറൊരു സ്വീറ്റുണ്ട്. അതും വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്വീറ്റാണ്. വീറ്റ്, ഷുഗർ, ബട്ടർ, റോസ് വാട്ടർ ഇവയെല്ലാം ചേർത്താണ് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റിയാണ്. ഫ്രാൻജിനെക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്വീറ്റുണ്ട്. അത് ഡിസർട്ട് സ്റ്റഫ് ചെയ്തിരിക്കുകയാണ്. വാൾനട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് മാവിൽ പൊതിഞ്ഞു. സിന്നമൺ, ബട്ടർ ഇതെല്ലാം അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആണ്. റമദാൻ്റെ സമയത്താണ് ഈ സ്വീറ്റ്സ് ഏറ്റവും കൂടുതലായിട്ട് ചിലവുള്ളത്. സോൽബിയ ആൻഡ് ബാമിയ എന്ന് പറഞ്ഞിട്ടൊരു വേറെ സ്വീറ്റുണ്ട്. അതിനൊരു സ്പൈറൽ ഷേപ്പാണ് ആ സ്വീറ്റിനുള്ളത്. ബാമിയ എന്ന് വെച്ചാൽ മിനി ഡോനട്ടാണ്. ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് സ്വീറ്റിൽ ഉണക്കിയാണ്. റോസ് വാട്ടർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാഫ്രോൺ സിറപ്പും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതും റമദാൻ്റെ സമയത്താണ് കൂടുതലായിട്ട് ചിലവുള്ളത്. പിന്നെയുള്ളത് ഹൽവയാണ്, നമുക്കറിയാവുന്ന കാര്യമുള്ളത്. പിന്നെയുള്ളത് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു സ്വീറ്റ് കേട്ടോ. പിസ്താഷ്യോസ്, റോസ് വാട്ടർ ഒക്കെ ചേർത്തിട്ടുള്ളൊരു വേറൊരു സ്വീറ്റാണത്. നമ്മുടെ മുമ്പിലായിട്ട് സംഗീത ഉപകരണങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു വ്യക്തി നടന്നു പോകുന്നുണ്ട്. നല്ല രസമുണ്ട് അദ്ദേഹം വായിക്കുന്ന കേൾക്കാനായിട്ട്. നമ്മളങ്ങനെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയെല്ലാം ഫ്രഷ് വെജിറ്റബിൾസ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഇറാനിൽ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇറാനിലൂടെ ഒരു വരണ്ട കാലാവസ്ഥയുള്ള രാജ്യം. പക്ഷേ ഇവിടുത്തെ അവരുടെ പുരാതന രീതിയിലുള്ള ജലസേചന സാങ്കേതികവിദ്യയായ ഖനാത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അവർ ഒട്ടനവധി പ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷി വിജയകരമായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പച്ചക്കറികൾ ഫ്രഷായിട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. ഇസ്ഫാന്, ഫാഴ്സ് പ്രൊവിൻസ്, ഖൊറസാന്, ടെഹ്റാൻ, പിന്നെ ടെഹ്റാൻ്റെ പരിസര പ്രദേശങ്ങൾ ഇവിടെയെല്ലാമാണ് പ്രധാനമായിട്ടും പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത്. പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ഉള്ളി, ക്യാരറ്റ്, തക്കാളി, വെള്ളരി, മുളക്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, കാപ്പിച്ചെടികൾ ഒക്കെയാണ്.
നല്ല ഭംഗിയുള്ള കുറച്ച് മാസ്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർ. സ്വന്തമായിട്ട് ഇവർ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആപ്പിള്, ഓറഞ്ച്, അതുപോലെ മറ്റ് ഫ്രൂട്ട്സിന് ഇതിനെല്ലാം വളരെ വില കുറവാണ്. ആപ്പിളൊക്കെ ഇവിടെ കിലോ 60 രൂപയേ ഉള്ളൂ. ഇത്രയും നാളും ഈ താജ്രിഷിൻ്റെ നിർബാന്ത് വാരിയുടെയൊക്കെ വീഡിയോ കൊണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. ഇറാൻ്റെ മറ്റൊരു സ്ഥലത്തെ വ്യത്യസ്തമായ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. یه دونه هم نمیده. 나도 잘 어울리지 않아? ما بدیم حال چی میشه برای اگه میگه سری من میکنم جلوی بساط کنم گفت گیر بساط چه گفت کل این